ഇന്നത്തെ ദിവസത്തിൻ്റെ പല പ്രത്യേകതകളിൽ ഒരു പ്രത്യേകത, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫീഹി യൗമുൻ താബല്ലാഹു അലാ ആദമ. മഹാനായ നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കഴിക്കാതിരിക്കലാണ് ഖൈറെന്ന് ഇലാഹായ റബ്ബ് പറഞ്ഞ ആ പഴം ഒന്ന് കഴിച്ചുപോയി. ചില താല്പര്യങ്ങളാണ്, ചില ലക്ഷ്യങ്ങളാണ്, എന്നെന്നും സ്വർഗത്തിൽ തന്നെ കഴിയാമെന്ന ലക്ഷ്യത്തിലാണ് ആ പഴം കഴിച്ചത്. അള്ളാഹ്ക്കെതിരെ ചെയ്തതല്ലട്ടോ. ഇബ്ലീസ് വന്നിട്ട് ആദം നബിയോടും ഹവ്വ ബീവിയോടും ചോദിക്കുന്നുണ്ട്, സ്വർഗത്തിലെ ഏത് പഴവും കഴിക്കാം, ഈ മരത്തിൽ നിന്ന് മാത്രം പഴം കഴിക്കരുതെന്ന്. എന്തിനാണ് നിങ്ങളെ റബ്ബ് നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. ആദമേ, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഹവ്വ, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ മരത്തിൽ നിന്ന് മാത്രം പഴം കഴിക്കരുതെന്ന് റബ്ബ് നിങ്ങളോട് പറഞ്ഞതിൻ്റെ പിന്നിൽ റബ്ബിനൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യമെന്നല്ലേ? ഈ മരത്തിൽ നിന്ന് ആര് പഴം കഴിച്ചോ അവർ ഒന്നിരിക്കെ മലക്കായി മാറും. ഇല്ലാം തകൂന മലക്കൈൻ, ഒന്നിരിക്കെ മലക്കായി മാറും. ആദം നബി ചിന്തിച്ചു പോയി, അല്ലാ, മലക്കായി മാറുകയോ? 24 മണിക്കൂറും ഇലാഹായ റബ്ബിന് വഴിപ്പെട്ട് ജീവിക്കുന്നവർ, ദുനിയാവിൻ്റെ വിചാര വികാരങ്ങളില്ലാതെ, ഊണും ഉറക്കവുമില്ലാതെ ഇലാഹായ റബ്ബിനെ വാഴ്ത്തിയും പുകഴ്ത്തിയും പ്രശംസിച്ചും പ്രകീർത്തിച്ചും കഴിഞ്ഞുകൂടുന്ന മലക്കായി മാറിയാൽ തരക്കടില്ലല്ലോ എന്ന് തോന്നി ആദം നബിക്ക്. പിന്നെ പറഞ്ഞതോ ആദമേ ഹവ്വ മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറ ഇല്ലാ അൻ തകൂനാ മലകൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. ശ്രദ്ധിക്കണം, ആദം ഹവ്വ ഈ മരത്തിൽ നിന്ന് ആര് പഴം ഭക്ഷിച്ചോ അവർ സ്വർഗത്തിൽ സ്ഥിര താമസക്കാരായിരിക്കും. അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ അള്ളാഹ്ക്ക് കഴിയൂല എന്ന് ഇബ്ലീസ് പറഞ്ഞപ്പോൾ ആദം നബി ഒരു വേള ചിന്തിച്ചു, എന്നാ തരക്കടില്ലല്ലോ, എന്നും സ്വർഗത്തിൽ തന്നെ കഴിയാമല്ലോ, അല്ലേ മലക്കായി മാറാലോ. ചുരുക്കി പറയാ, ഒരു പഴത്ത് കഴിച്ചു. സുബ്ഹാനല്ലാഹ്. സാധാരണ സ്വർഗത്തിലെ പഴം എത്ര കഴിച്ചാലും ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. പക്ഷെ ഈ പഴം കഴിച്ചു കഴിഞ്ഞപ്പോൾ വയറിനൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത, വയറിനൊക്കെ വല്ലാത്തൊരടങ്ങാറ്. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. അള്ളാഹുവിനോട് ചെന്നിട്ട് പറഞ്ഞു, പടച്ചോനെ റബ്ബേ, കുടുങ്ങിയിട്ടുണ്ട്, വയറിന് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടല്ലോ റബ്ബേ. അള്ളാഹു പറഞ്ഞു, ആദം, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ ആ മരത്തിൽ നിന്ന് പഴം കഴിക്കാതിരിക്കലാണ് ഖൈറെന്ന്. എന്തിന് കഴിച്ചു? ആദമേ, ഇത് സ്വർഗമാണ്, ഇവിടെ മലമൂത്ര വിസർജനം അനുവദനീയമല്ല. അതിന് പറ്റിയ ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വഹ്ബിതാ ജമീആ, അതിന് 2 പേരും ഇറങ്ങിക്കോളൂ. എങ്ങോട്ട്? പറയ് മനുഷ്യന്മാരെ, എങ്ങോട്ട്? ഭൂമിയിലേക്ക്. എന്തിന് ഭൂമിയിലേക്ക് വന്നു എന്ന് വെച്ചാൽ ഒറ്റവാക്കിൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് സ്വർഗത്തിൻ്റെ ഒരു മലമൂത്ര വിസർജനത്തിൻ്റെ കേന്ദ്രം, ആ ഒരു സ്ഥാനം മാത്രമേ സത്യത്തിൽ ഈ ദുനിയാവിന് ഉള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ കാണാൻ തൗഫീക്ക് തരട്ടെ. എന്ന് പറഞ്ഞാൽ സ്വർഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ സ്വർഗത്തിൻ്റെ ഒരു മലമൂത്ര വിസർജന കേന്ദ്രം അതിന് വന്നതാണ്. ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു പോകണം, വഴി മാറി നരകത്തിലേക്ക് എത്തരുത്, വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകണം സ്വർഗത്തിലേക്ക്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഏതായാലും സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്നപ്പോൾ പിന്നെ ആദം നബിക്ക് ഭയങ്കര സങ്കടം.
പിന്നെ ദുആ തന്നെയാണ് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇലാഹായ റബ്ബിനോട് നിരന്തരമായി ദുആ ചെയ്തു. അല്ലാഹു ആ ദുആ സ്വീകരിച്ചത് ആദം നബിക്ക് ഹവ്വാ ബീവിക്ക് തൗബ നൽകിയത് അത് മുഹറം 10 അതുകൊണ്ട് എൻ്റെ സഹോദരി, ഇലാഹായ റബ്ബിനോട് ഇന്ന് നമുക്കും തൗബ ചെയ്യണ്ടേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, വയതൂബു അലാ ഖൗമിൻ ആഖിരീൻ. ആദം നബിക്ക് മാത്രല്ല, ഇനി ഖിയാമത്ത് നാൾ വരെ ഒരുപാട് ആളുകൾക്ക് ഈ ദിവസത്തിൽ അല്ലാഹു തൗബ നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പ്രതീക്ഷ വേണം, നമ്മൾ നിരാശരാകരുത്. ഞാൻ അങ്ങനെ ചെയ്ത ആളല്ലേ, ഞാൻ ഇങ്ങനെ ചെയ്ത ആളല്ലേ, എനിക്കല്ലാഹു തൗബ നൽകുമോ? ആശങ്ക വേണ്ട. അള്ളാഹ്ക്ക് വേണ്ടത് അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരാണ്, നല്ല വിചാരം. ഇന്നത്തെ ദിവസത്തിൽ അള്ളാഹിനെ കുറിച്ച് ആ നല്ല വിചാരത്തോടുകൂടെ നമുക്കൊരു തൗബ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം. ഞാനൊരു സംഗതി പറയട്ടെ നിങ്ങളോട്. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പ്രഗത്ഭനായ ഒരു കവിയുണ്ടായിരുന്നു. പ്രഗത്ഭനായ ഒരു കവി, ഹസൻ ഇബ്നു ഹാനി എന്നാണ് ആ കവിയുടെ പേര്. എന്താ പേര്? ഹസൻ ഇബ്നു ഹാനി. അബൂ നുവാസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. നിമിഷ കവിയായിരുന്നു. ഏത് വിഷയത്തിലും ആരെയും ആകർഷിപ്പിക്കുന്ന രൂപത്തിൽ കവിതയുണ്ടാക്കും. പക്ഷെ ആള് മഹാ തമ്മാടിയായി മാറി. വലിയ തമ്മാടിയായി ലഹരിക്കടിമപ്പെട്ടു, വ്യഭിചാരത്തിനടിമപ്പെട്ടു. അതുകൊണ്ട് സ്വാലിഹീങ്ങളൊക്കെ അദ്ദേഹത്തോട് അകലാൻ തുടങ്ങി. ഇമാം ഷാഫി തങ്ങൾ അദ്ദേഹവുമായുള്ള ബന്ധമില്ലാതെയാക്കി. മഹാനായ മുഹമ്മദ് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹു ആദ്യ കാലഘട്ടത്തിൽ അടുത്ത ചങ്ങാതിയായിരുന്നു. ഈ ഒരു കാരണത്താൽ അദ്ദേഹവുമായുള്ള ബന്ധം മുറിച്ചു. പിന്നെ ഒരു ബന്ധമില്ലാതെ ജീവിക്കാൻ. അതിനിടയിലാണ് മുഹമ്മദ് ഇബ്നു നാഫി എന്നവർക്കൊരു വിവരം കിട്ടി. എന്താണെന്നറിയോ? ഈ കവി അബൂ നുവാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കവി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം ആദ്യം അത്രയും നല്ല ചങ്ങാതിയായിരുന്നു. പിന്നീട് ഇങ്ങനെ കള്ളും പെണ്ണും തെമ്മാടിത്തരങ്ങളുമായി നടന്നതുകൊണ്ട് വെറുത്ത് അകന്ന് ജീവിക്കുകയായിരുന്നു. നന്നാവുന്നുള്ള പ്രതീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. നന്നാകുമ്പോൾ അടുക്കാമെന്ന് കരുതിയിരുന്നു. പെട്ടെന്നാണ് മരണവാർത്ത കേട്ടത്. അന്ന് രാത്രി വിഷണ്ണനായി സങ്കടപ്പെട്ട് ഈ ബഹുമാനപ്പെട്ട മുഹമ്മദ് നാഫി തങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. അതിലുറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ ഇദ്ദേഹത്തെ സ്വപ്നം കണ്ടു. ആരെ? അബൂ നുവാസിനെ. അബൂ നുവാസിനെ സ്വപ്നം കണ്ടു. ഖബറിൽ കിടക്കുകയാണ്. വിളിച്ച് ചോദിച്ചു, യാ അബാ നുവാസ് മാ ഫഅല റബ്ബുക. അബൂ നുവാസേ, നിങ്ങളുടെ റബ്ബിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു നിങ്ങളോട്? എന്താണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത്? അപ്പോൾ പറഞ്ഞു, അബൂ നുവാസ് എന്ന് വിളിക്കിവിടെ പ്രസക്തിയില്ല. അതെൻ്റെ ഓമന പേരാണ്, അതിവിടെ വിളിക്കേണ്ടതില്ല. എൻ്റെ പേര് ഹസൻ ഇബ്നു ഹാനി എന്നാണ്. ആ പേരാണ് വിളിക്കേണ്ടത്. ആ പേര് വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പൊ പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടതേ രോഗിയായി, ഞാൻ കിടപ്പിലായി. അവസാന ഘട്ടത്തിൽ ഞാനൊരു കവിത എഴുതിയിരുന്നു അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച്. ആ കവിത ഇപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ മെത്തയിൽ തലയിണയുടെ താഴെയുണ്ട്. നിങ്ങളത് പോയി നോക്കിയാൽ മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്താണ് ആ കവിത എന്ന്. ആ ഒരു കവിതയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. മുഹമ്മദ് ഇബ്നു നാഫി വീട്ടിലേക്ക് പോയി മക്കളുമായി ബന്ധപ്പെട്ടു. പാപ്പയുടെ തലയുണയുടെ അടിയിൽ പരിശോധിക്കാൻ പറഞ്ഞു. അവിടെ ഒരു കവിതയുണ്ടോ എന്ന് നോക്കണം. ചെന്ന് നോക്കുമ്പോൾ ഒരു കവിതയുണ്ട്. എന്താണ് ആ കവിത എന്നല്ലേ? അബൂ നുവാസ് അവസാന ദിവസത്തിൽ എഴുതി വെച്ചതാണ്. യാ റബ്ബി ഇന്നഅലമത് സുനൂബി കസറതൻ ഫലഖദ് അലിംതു ബിഅന്ന ഫവകഅലമു ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമു. യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്നഅലമത് സുനൂബി കസറ, എൻ്റെ ദോഷങ്ങൾ വലുതാണെന്ന് എനിക്കറിയാം. ഒരുപാട് വലിയ വലിയ തെറ്റുകൾ ചെയ്ത ആളാണ്, എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ
അല്ലാ ഫലഖദ് അലിംതു ബി അന്ന അഫ്വക അഅലമു. എൻ്റെ ദോഷങ്ങൾ എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ വലുതാണ് നിന്റെ അഫ്വെന്ന് എനിക്കറിയാമല്ലാ. ചിന്തിക്കണം, എൻ്റെ തെറ്റ് ധാരാളമുണ്ട്, വലിയ വലിയ തെറ്റാ. പക്ഷേ ഫലഖദ് അലിംതു, ഈ അബൂ നുവാസിന്, ഈ ഹസൻ ഇബ്നു ഹാനിഇന് ബോധ്യമുണ്ട്, അതിനേക്കാൾ വലുതാണ് നിന്റെ അഫ്വ്, നിന്റെ മാപ്പ്. ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനുൻ ഫബിമൻ യലൂദു വയസ്തജീറുൽ മുജ്രിമൂ. നല്ലവർക്ക് മാത്രമാണ് റബ്ബേ നിന്നിൽ പ്രതീക്ഷയെങ്കിൽ പാപിയായ എന്നെപ്പോലെയുള്ളവർ പിന്നെ ആരുടെ അടുത്തേക്ക് പോകും, ആരിൽ പ്രതീക്ഷ വെക്കും? അതുകൊണ്ട് അദഊക റബ്ബിക മാ അമർത തളർറുആ ഫഇദാ റദത്ത യദി ഫമൻ ലാ യർഹമു. ഇതാ വിനയാനിതനായി ഞാൻ നിന്നോട് തേടുകയാണ്, എനിക്ക് മാപ്പ് നൽകണം അല്ലാ. നീ എൻ്റെ കൈകളെ തട്ടി മാറ്റിയാൽ പിന്നെ ആരാണ് എന്നോട് കരുണ കാണിക്കാനുള്ളതല്ലാ. അതുകൊണ്ട് ഞാൻ തീർത്ത് പറയുകയാണ്, ഈ സദസ്സിൽ വെച്ച് നമ്മളിൽ ഓരോരുത്തർക്കും ഇലാഹായ റബ്ബിനോട് ഇന്ന് പറയാനുള്ളതും ഇതുതന്നെയാ. മാലി ഇലൈക വസീലത്തുന്നിൽ റജാ വജമീലു അഫ്വിക സുമ്മ അന്നീ മുസ്ലിമൂ. പ്രതീക്ഷയല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ല അല്ലാ. നിന്റെ അഫ്വല്ലാതെ, അതിൻ്റെ സൗന്ദര്യമല്ലാതെ, നിന്നിലുള്ള പ്രതീക്ഷയല്ലാതെ, ഞാനൊരു മുസ്ലിമാണെന്ന ബോധ്യമല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. ഇങ്ങനെ ഒരു കവിത ഞാൻ മനസ്സറിഞ്ഞ് എഴുതി വച്ചല്ലോ, അൽഹംദുലില്ലാ. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് മഹാനായ മുഹമ്മദ് ബിൻ നാഫി എന്നവരോട് സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു ഹാനി എന്നവർ മറുപടി നൽകിയത് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പ്രതീക്ഷയോടെ നമുക്ക് തൗബ ചെയ്യാം. ബക്കറ്റ് കളക്ഷനൊക്കെ നടക്കും, നിങ്ങളെ കയ്യിലൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട. ഇതിവിടെ ഒരു നിർബന്ധമായ സംഗതിയുമല്ല. എന്നാൽ ഈ ദിവസത്തിൽ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ കഴിയുന്നത് പോലെ കനത്തോടെ തന്നെ ഇടുകയും ചെയ്തോളൂ. ഈ ദിവസത്തിൽ ആ സദക്കയുടെ ബർക്കത്ത് കൊണ്ടുകൂടി നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം. ബക്കറ്റ് വരുമ്പോൾ പടച്ചോൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഇല്ലെങ്കിൽ അത് അള്ളാഹുവിനറിയും, എന്തിനു വിഷമിക്കണം? ഉണ്ടെങ്കിലോ ഉള്ളതിനനുസരിച്ച് കൊടുക്കുക, അള്ളാഹു പകരം തരും. ഈ ദിവസത്തിൽ പ്രതിസന്ധികൾക്കത് പരിഹാരമാകും. ഇവിടെ ക്ലാസ്സിന് വരുന്നവരോട് മൊത്തത്തിൽ ഞാൻ പറയാണ്, ക്ലാസ്സിന് വന്നാൽ പൈസ കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല. ബക്കറ്റ് നിങ്ങളെ മുന്നിൽ വന്നാൽ പൈസ കൊടുത്തേ പറ്റൂ, അങ്ങനല്ല. അങ്ങനെ ആരും ഒരു നിർബന്ധ പിരിവിൻ്റെ ഒരു പരിപാടിയായിട്ട് ഇത് കാണണ്ട. ക്യാഷ് ഉണ്ടെങ്കിൽ അതുകൊണ്ടുകൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വല്ലതും നേടാൻ അത് ഉപയോഗപ്പെടുത്താം, അത്രേ ഉള്ളൂ. ഏതായാലും ഇതിനൊക്കെ സഹായിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ആ അറഫാ സംഗമത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചാക്ക് 2 ചാക്ക് സിമെൻറ്റിൻ്റെ ക്യാഷെങ്കിലും പറ്റുന്നവരെ ഏറ്റോളൂ എന്ന് പറഞ്ഞപ്പോൾ എത്ര മുഅ്മിനീങ്ങളാണ് അത് ഏറ്റത്? എത്ര ആളുകൾ അത് കൊണ്ടുവന്നു? അന്ന് ഞാൻ പറഞ്ഞു നിർബന്ധമല്ല, എല്ലാവരോടും പറയല്ല, പറ്റുന്നവരോട് മാത്രം പറയാണ്. അള്ളാഹുവേ നീ നിരാശരാക്കരുതേ റബ്ബേ. ഈ നന്മയിലേക്ക് നീട്ടുന്ന കരങ്ങൾക്ക് ശക്തി പകരണേ റബ്ബേ. എന്തൊക്കെ ഇടങ്ങാറുണ്ടോ അത് നീങ്ങാനിത് കാരണമാക്കണേ റബ്ബേ. ഇതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി കിട്ടണം, മക്കളിലൂടെയും മറ്റും എത്തണം, വരുമാന മാർഗത്തിൽ വലിയ ബറക്കത്തുണ്ടാവണം, അതിനൊക്കെയും ഇത് നിമിത്തമാക്കണേ റബ്ബേ. അപ്പം മുഅ്മിനെ, നമുക്കൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ദിക്ർ ചൊല്ലി ദുആ ചെയ്യാനുണ്ട്. തൗബ ചെയ്തിട്ട് തുടങ്ങല്ലേ? ഒന്ന് പറ മനുഷ്യന്മാരെ, നിഷ്കളങ്കമായൊരു തൗബ നമുക്ക് ഈ ദിവസത്തിൽ അള്ളാഹുവിനോട് ചെയ്തിട്ട് തുടങ്ങാം. തൗബ എന്ന് പറഞ്ഞാൽ അർറുജൂ ഇലല്ലാഹി തആല ബിശുറൂത്തിൽ ആതിയ അൻ കുല്ലി മാ യുദമ്മു ശറഅൻ ഖൗഫൻ മിനല്ലാഹി തആല വ തഅലീമൻ ലഹു. അള്ളാനെ പേടിച്ച്, റബ്ബിനെ ഭയപ്പെട്ട്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോയോ ഖേദിച്ച് മടങ്ങുക. മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് അവരുമായി തന്നെ തീർക്കണം, എന്നിട്ട് അള്ളാഹിനോട് പറയണം. അള്ളാഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അള്ളാഹിനെ പേടിച്ച് മടങ്ങണം. കള്ള് കുടിക്കുന്ന സ്വഭാവമുണ്ട്, ലഹരി കുടിക്കുന്ന സ്വഭാവമുണ്ട്. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇനി കുടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു പോകട്ടോ. അത് പേടിച്ചിട്ട് നിർത്തിയാൽ അത് തൗബാവൂല. ഖൗഫൻ ബില്ലാഹി തആല വ തഅലീമൻ ലഹു, അള്ളാഹിനെ പേടിച്ച് ബഹുമാനിച്ചാവണം. അങ്ങനെ ഒരു തൗബ ഇൻഷാ അള്ളാഹ് ഈ മജ്ലിസിൽ നമുക്കൊന്ന് ചെയ്യാം. അള്ളാഹു കബൂലാക്കി തരട്ടെ.
ആയുസ്സിൽ ഒരു വട്ടെങ്കിലും തൗബ ചെയ്യൽ നിർബന്ധമാണ്. ആയുസ്സിൽ ഒരു തവണയെങ്കിലും ഒരു തെറ്റും ചെയ്തിട്ടെങ്കിൽ തൗബ ചെയ്യണം. കാരണം ഖുർആൻ ഒരുപാട് സ്ഥലത്ത് തൗബയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തൗബയുടെ ഹുക്കും എന്താ? തൗബയുടെ ഹുക്കും എപ്പോൾ തെറ്റ് ചെയ്തോ അപ്പോൾ തൗബ ചെയ്യൽ വാജിബാണ്. എപ്പോൾ തെറ്റ് സംഭവിച്ചോ അപ്പം തൗബ ചെയ്യൽ വാജിബ്. ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾ തൗബയെ പിന്തിച്ചു, ഒരു മാസമായി തെറ്റ് ചെയ്തിട്ട് ഇപ്പോഴാ തൗബ ചെയ്യുന്നത്, എന്നാൽ 2 തൗബ വേണം. ഒന്ന്, ആ തൗബയെ പിന്തിച്ചു എന്നതൊരു തെറ്റാണ്, അതിന് തൗബ ചെയ്യണം. രണ്ടാമത്തത്, ആ ചെയ്ത തെറ്റിനുള്ള തൗബയും. എല്ലാ തൗബയും ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാം. അള്ളാഹുവേ, മുഅ്മിനെ നിങ്ങൾ ഈ മനസ്സൊന്ന് നിഷ്കളങ്കമാക്കി നമ്മൾ തൗബ ചെയ്തിട്ട് നമ്മളെല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം തേടണം. ഇന്നത്തെ മജ്‌ലിസിൽ ദുആക്ക് ഇജാബത്ത് കിട്ടണം. ഇന്നിവിടെ വന്നവർക്കൊക്കെ ഈത്തപ്പഴം ഒരു വ്യക്തി ഏറ്റിട്ടുണ്ട്. അത് പറഞ്ഞപ്പം തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഒരു 50,000 ഉറുപ്പ്യെങ്കിലും ആവട്ടോ. അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, അവിടെ മുഅ്മിനീങ്ങളെ ആ ദിവസത്തിൽ നോമ്പ് തുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയിൽ ഈ ദിവസത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ വലിയ ഹൈറാണെന്നുള്ളൊരു വയല് 2 കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞത് കേട്ടപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വലിയ താല്പര്യം. അങ്ങോട്ട് പറഞ്ഞതല്ല, ഇങ്ങോട്ട് വിളിച്ച് താല്പര്യത്തോടുകൂടെ ആവശ്യപ്പെട്ടതാണ്. ഒരു കണ്ടീഷനും പറഞ്ഞു, ആരും അറിയരുത്, തന്ന ആളെ ആരും അറിയരുത് ആ നിലയിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോമ്പ് തുറക്കണം. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, അള്ളാഹു ഐശ്വര്യം നൽകട്ടെ, അള്ളാഹു ദുന്യവിയും മുഹ്റവിയുമായ എല്ലാ വിജയവും നൽകട്ടെ. അതുപോലെ ഈ സ്ഥാപനത്തെ ആരൊക്കെ ചെറുതും വലുതുമായ സഹായം, ചില ആളുകൾക്ക് 10 റുപ്യ കൊടുക്കാൻ കഴിയുള്ളൂ, അത് മറ്റ് ചില ആളുകളുടെ 1,00,000-ൻ്റെ സ്ഥാനത്തായിരിക്കും. എങ്ങനെ സഹായിച്ചാലും അവരെയൊക്കെ അള്ളാഹു സഹായിക്കട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ദുആ ചെയ്യണം. ഇന്ന് ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്റുകൾ ചൊല്ലണം. അപ്പം അതിനൊക്കെ നമുക്ക് റബ്ബിൻ്റെ അടുക്കൽ നല്ലൊരു കബൂലിയത്ത് കിട്ടാൻ ഒന്ന് തൗബ ചെയ്ത് നമ്മൾ കിട്ട് ശുദ്ധിയാവുകയാണ്. അള്ളാഹു തരും കേട്ടോ. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. തെറ്റ് ചെയ്തിട്ട് പറ്റിപ്പോയതാ പഠിച്ചോനെ, മാപ്പ് തരണേ റബ്ബേന്ന് അബ്ദ് പറയുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ ദിവസം അതിനേറ്റവും അനുയോജ്യമായ ദിവസമാണ്. എന്നാൽ ഞാൻ ആ തൗബന്ന് ചൊല്ലിത്തരട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിക്കൂലേ? ഞാൻ ഈ പറയുന്ന നാവ് കൊണ്ട് പറയുന്നതോടൊപ്പം അതെവിടെ ഉണ്ടാവണം? അതെവിടെ ഉണ്ടാവണം? ഖൽബിലുണ്ടാവണം. അള്ളാഹു കബൂലാക്കി തരട്ടെ. ഇത്ര ത്യാഗം സഹിച്ചാണെന്നൊക്കെ രാവിലെ മുതൽ മഴയാണ്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞത് മുതൽ ശക്തമായ മഴ. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഒരു 3 വട്ടം മനസ്സറിഞ്ഞൊന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലിക്കോളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഹംദ് കബൂലാക്കണേ റബ്ബേ, ഇത് സ്വീകരിക്കണേ റബ്ബേ. ഈ ഹംദ് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. ഇങ്ങനെയുള്ള നിഅമത്തുകളൊക്കെ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റബ്ബേ. ഇതുകൊണ്ടൊക്കെ സ്വർഗത്തിലെ വലിയ ദറജ നൽകണേ റബ്ബേ. ഇതുകൊണ്ടൊക്കെ ദുനിയാവിൻ്റെ പ്രതിസന്ധികളൊക്കെ നീ പരിഹരിച്ചു തരണേ റബ്ബേ.